ചെങ്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ വീണ നായരും അതുപോലെ ലക്ഷ്മി പ്രിയയും രണ്ടുപേരും ഉമ്മാമ വവ്വൽ വവ്വൽ നന്നനനോ എന്തൊക്കെയായിരുന്നു. മോഹൻലാൽ വരുവോ വരില്ലേ, വരുവോ വരില്ലേ. മോഹൻലാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരും. സുരേഷ് ഗോപി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ദിലീപിനോട് എനിക്ക് പോയിട്ട് പറയാനുള്ള അധികാരമുണ്ട്. എന്തൊക്കെ പ്രഹസനങ്ങളാണ്, എല്ലാം പോയില്ലേ. അതായത് ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സാബു ചേട്ടനോട് ചോദിക്കാനുള്ളത്, എൻ്റെ പൊന്നു മുതലാളി, നിങ്ങൾക്ക് വേറെ ഒരാളെ പോലും കിട്ടിയിട്ടില്ലേ? ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും കൂലിപ്പണി എടുക്കുന്ന ഏതെങ്കിലും ഒരുത്തിനെ പോരായിരുന്നോ? എന്തിനാ ഇങ്ങനെ ഒരു പ്രഹസനം വേഷം കെട്ടലും കൊണ്ട്? ഇതെന്താണ് ഇത് ഫാഷൻ പരേഡോ അല്ലെങ്കിൽ ഇത് പൊങ്കാലി ഇടലോ അല്ലെങ്കിൽ വേറെ മറ്റേ അമ്പല പരിപാടിയൊന്നും അല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്. മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് വോട്ടുണ്ടോ അല്ലെങ്കിൽ വോട്ട് ചെയ്യണ്ടേ എന്നുള്ള ഒരു വിവരമെങ്കിലും വേണം. അതുപോലും ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചങ്ങാതി, നിങ്ങളെ പാർട്ടീൻ്റെ അവസ്ഥ എന്താണ്? അതേ എനിക്ക് പറയാനുള്ളൂ. നാറിയില്ലേ ഇപ്പോൾ? നല്ല രീതിയിൽ നാറിയില്ലേ? വല്ല കാര്യവും ഉണ്ടായിരുന്നോ ഇവറ്റകളെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട്? ഇനി മാരാരുടെ കാര്യവും റോബിൻ്റെ കാര്യവും എന്താകുമെന്ന് നമുക്കറിയില്ല. ഇനി അവർക്ക് വോട്ടുണ്ടോ വോട്ടില്ലേ ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറേ പ്രഹസനങ്ങൾ നടത്തുന്ന ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള സിനിമാ താരങ്ങളെയും മറ്റവരെയൊന്നും കൊണ്ടുവന്നിട്ട്, ഇത് കേരളമാണ്. അതായത് ഇവിടെ എന്തിനാണ് വെറുതെ അവർ ജയിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ ഇവരൊക്കെ എന്ത് പ്രഹസനമാണ് നടത്തുന്നത്? ഇതെന്താ സിനിമ ഷൂട്ടിങ്ങാ? ഇത് കേരളത്തിലെ നിയമസഭയിലേക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അവിടെ സിനിമ അഭിനയമല്ല. കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പരിചയങ്ങളും കുറച്ച് പാരമ്പര്യവും കാര്യങ്ങളൊക്കെ വേണം. ഇതൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ എവിടെയോ, അതായത് കുറച്ച് അമ്പലങ്ങളും കുറച്ച് കാര്യങ്ങളും, എന്നാൽ പിന്നെ നമുക്കാണെങ്കിൽ കുറച്ച് കുലസ്ത്രീ പട്ടങ്ങൾ കെട്ടിയവരുടെ വോട്ട് കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് ഇമാതിരി പരിപാടി ചെയ്തത്. അല്ലാതെ വേറെ ഒന്നും അല്ല. അല്ലാതെ ആരാ ഈ ലക്ഷ്മി പ്രിയക്കെല്ലാം വോട്ട് കൊടുക്കുക? 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ നീന കുറുപ്പിനെ പറയുന്ന തെറികൾ. അതായത് നല്ല രീതിയിൽ ഭക്തിയോട് കൂടിയിട്ട് പൂജിച്ച് ഇവരൊക്കെ വായിന്ന് വരുന്ന സാധനങ്ങൾ നമ്മളെല്ലാം കണ്ടതല്ലേ. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ആരാണ് വോട്ട് കൊടുക്കുക? ഒരാൾ പോലും കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരേതായാലും ഒഴിഞ്ഞത് നന്നായി. ഇന്നിപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കില്ല. നല്ല മോഹമായിരുന്നു ഒന്ന് MLA ആകാം. ഇനി MLA ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി കാശും കാര്യങ്ങളൊക്കെ വരുന്ന പരിപാടി തന്നെയാണ് ഇലക്ഷൻ. ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം ഇതിനെന്ന് പറഞ്ഞാൽ കുറച്ച് ലക്ഷം കണക്കിന് രൂപ ചിലവൊക്കെ ഉണ്ട്. അത് ഏതായാലും എന്ന് പറഞ്ഞാൽ സ്വന്തം കീശയിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ലക്ഷ്മി പ്രിയും അതുപോലെ വീണ നായരും മത്സരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിൻ്റെ ഇടയിൽ കുറേ പൈസ ഇങ്ങനെ വരും. ആ പൈസ കൊണ്ടൊന്ന് അർമാദിക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോഴേ അതിങ്ങനെയായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു മനസ്സങ്ങുള്ള അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളായിരിക്കണം. അല്ലാതെ ഇതൊന്നുമില്ലാതെ വെറുതെ ഏതോ ഒരു സീരിയലിൽ പോയിട്ട് കരഞ്ഞു കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ എന്നാ ഇവിടെയും വന്ന് കരഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു മണ്ടൻ ഷോയിൽ വന്ന ടീമുകളാണ് ഇവരെല്ലാതെ. അതായത് മണ്ടൻ ഷോ എന്ന് പറഞ്ഞാൽ മരമണ്ടൻ ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഒരു കഴിവും ഇല്ലാതെ കുറേ കോമാളികളെ കൊണ്ടുവന്ന് നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബിഗ് ബോസ്. ആ ബിഗ് ബോസിന്റെ ഷോയിൽ വന്ന കുറേ കീടാണുക്കളാണ് ഇവരൊക്കെ, അല്ലാതെ വേറെ ഒന്നും അല്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊന്നും വലിയ അഭിനേതാക്കളോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല. കുറേ കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ, അതായത് എന്തോരം വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ എല്ലാവരെയും പറ്റിച്ച്. പിന്നെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഇല്ലാതെ വെക്കുമ്പോൾ ഇങ്ങനെ ചില എന്തെങ്കിലും ഒരു വൈറൽ കണ്ടന്റുകളുമായിട്ടൊക്കെ വരും. നമ്മുടെ ലക്ഷ്മി പ്രിയനെ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ് ഞാൻ ഒരു മുസ്ലിം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു. പിന്നെ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് നമുക്കറിയില്ലായിരുന്നു. ഇനി മറ്റവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രീ ലക്ഷ്മി പ്രിയ എന്നുള്ള പേരൊക്കെ സ്വീകരിച്ചത്. ഏതായാലും 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലസ്ത്രീ പട്ടമുള്ളവരാണ്. കാരണം നമ്മളെന്തോ ഒരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ നമ്മളാണ് ഈ എന്താ പറയേണ്ടത് ഈ അമ്പലങ്ങളുടെയൊക്കെ വലിയ ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന 2 പേർക്ക് കിട്ടിയ നല്ലൊരു അടിയാണ്. അതുമാത്രവുമല്ല, ഇത് സാബുവിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ നാണക്കേട് തന്നെയാണ്. കാരണം സ്വന്തമായിട്ട് ഒരു വോട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത സ്ഥാനാർത്ഥികളെ എവിടെ നിന്ന് കെട്ടി എഴുന്നള്ളിച്ചു? ആരാണ് ഇതിൻ്റെ പിന്നിൽ? അല്ലെ ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം എന്താണ്? ഇനിയിപ്പോഴും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങളായിട്ട് വരും. അതൊക്കെ നമ്മുടെ സാബുവണ്ണം നല്ല രീതിയിൽ വേർക്കും. കാരണം മറുപടി പറയേണ്ടതിനൊക്കെ. ഏതായാലും 2 പേരും ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റന്മാരുടെ ഗതി എന്താണെന്നറിയില്ല. കാരണം ആരാറും മറ്റവനൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവസരവാദികളാണ്.
അല്ലാതെ ജയിക്കൂല എന്ന് ഇവർക്ക് തന്നെ അറിയാം. പിന്നെ എന്തെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, കാരണം പ്രചാരണത്തിന് വേണ്ടിയിട്ടല്ല പൈസ വേണ്ടി വരുമല്ലോ. ആ പൈസേൻ്റെ അന്ന് എന്തെങ്കിലും ഒരു തുക ഡെയിലി ചിലപ്പോൾ ശമ്പളത്തിനായിരിക്കും, ചിലപ്പോൾ ഒരു 100-200 റുപ്യ, അല്ലെ സാബുന്ന് പറയുക ജയിക്കൂലെന്ന്. അതുപോലെ തന്നെ നിൽക്കുന്ന ടീമിനും അറിയാം. പിന്നെ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ എന്നുള്ള ഇതിലാണ് ഞാൻ പറയുകയാണ്. അവിടെ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അല്ല, ഇത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതുപോലും ഇവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഇവർ വിചാരിക്കും, ഇപ്പോഴും ആരാറ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്നത് മറ്റേ ഇതിൻ്റെ അകത്തോട്ട് ഹോട്ട്സ്റ്റാർ വഴിയാന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി അയാൾ എല്ലാവരോടും വോട്ട് ഹോട്ട്സ്റ്റാറിലൂടെ ചെയ്യാൻ പറയുമെന്ന എൻ്റെ സംശയമായിരുന്നു. വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളാണ് എന്ന് പോലും ആ മരമണ്ടൻ അറിയില്ല. അവനൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നതെന്നാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഹസനമാണ്, അല്ലാതെ വേറെയൊന്നും അല്ല. ഏതായാലും ജയിക്കട്ടെ, ജയിക്കോ തോക്കോ എന്തോ ചെയ്യട്ടെ, ഇതിൽ കുറച്ച് പൈസ കയ്യിൽ വരും, അല്ലാതെ വേറെയൊന്നുമില്ല. അല്ലാതെ ഇവരൊക്കെ ആയിരുന്നു വലിയ മുതലാളിമാരുടെ പാർട്ടിയല്ലേ ആയിരുന്നു. അങ്ങനെ സാബു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടിയിട്ടുള്ള യാത്രയിൽ തന്നെയാണ്. ആ യാത്ര ഇനി ആരുടെ അടുത്തേക്കാണെന്ന് അറിയില്ല. ഇനി ഏത് ബിഗ് ബോസ് താരത്തെയാണ് പിടിക്കേണ്ടതെന്ന് അറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ കുറേ ഉണ്ടല്ലോ, ബിഗ് ബോസ് താരങ്ങൾ കുറേ ഉണ്ട്. അവരെ വോട്ടെങ്കിലും കിട്ടിയാൽ മതി. ഇനി കുറേ എണ്ണുണ്ട്, ഏതെങ്കിലും ഒന്നിൻ്റെ തപ്പിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിൽക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ ഇലക്ഷനിലൂടെ നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇത് മറ്റൊന്നും ഇല്ലാത്തൊരു പുതുമയാണിത്. കാരണം ഇതുപോലെയുള്ള കുറേ ഒരു മണ്ടന്മാരായിരിക്കുന്ന ഷോയിൽ നിന്നും കുറേ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഒരു പ്രഹസനം നടത്തുന്ന ഒരു മുതലാളി, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് വലിയൊരു വെച്ചുകെട്ടലൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരു മുതലാളി ഇങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കളിക്കുന്ന ഒരു പ്രഹസനം. അപ്പോൾ രാഷ്ട്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ലക്ഷ്മി പ്രിയക്കോ അല്ലെങ്കിൽ വീണ നായർക്കോ ഒരു ചുക്കും അറിയില്ല. എത്ര നിയമസഭാ മണ്ഡലമുണ്ട് എന്ന് ചോദിച്ചാൽ വരെ ഇവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നിർത്തിയതിലൂടെ ഇവർ ശരിക്കും എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഈ 2020 എന്ന് പറയുന്ന ഒരു ഇവർക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ ഇല്ലാതായി പോയോ? ഇതിൻ്റെ പ്രവർത്തകരായ ഏതെങ്കിലും വനിതാ നേതാക്കൾ ഉണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് അവരെയൊന്നും പരിഗണിക്കാതെ ഇവരെയൊക്കെ കൊണ്ടുവന്ന് പരിഗണിക്കുന്നത്? ഇതിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല, എന്നാൽ പിന്നെ നാട്ടുകാർ ഫ്രീ ആയിട്ട് ഇതുപോലെയുള്ള താരങ്ങളെ കണ്ടോട്ട് എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് പ്രവർത്തന പാരമ്പര്യമാണ് ഇവർക്കുള്ളത്? എന്തെങ്കിലും ഒരു പ്രവർത്തന പാരമ്പര്യമുണ്ടോ? ഇവരൊക്കെ വെറുതെ കെട്ടി എഴുന്നള്ളിച്ചിട്ട് നിയമസഭയിൽ പോയിട്ട് ഇവരെന്ത് ചെയ്യാനാണ്? ഇനി അഥവാ വിജയിച്ചാൽ തന്നെ ഇവരെന്ത് ചെയ്യാനാണ്? അപ്പം ഇതൊക്കെ ജനങ്ങളെ വെറുതെ ഇങ്ങ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും വോട്ടില്ലാത്തത് നന്നായി. രണ്ടുപേരും ഇപ്പോഴെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കണക്കിന് അതൊരു വലിയ സന്തോഷം തന്നെയാണ്. കാരണം വോട്ടില്ലാത്തത് ഉണ്ടെങ്കിൽ പിന്നെ ഇവരുടെ പ്രഹസനം കൂടി കാണണ്ടേ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ഒരു എന്താ സ്വന്തമായിട്ട് വോട്ട് പോലും ഇല്ലാത്ത ടീമിനെയാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് കൊണ്ടുവന്നിട്ട് കുറേ ആൾക്കാർ കെട്ടി എഴുന്നേൽക്കുന്ന കാണുമ്പോഴും ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത് ഇവന്മാരെ പറ്റിയിട്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിനിമം ക്വാളിറ്റിയൊക്കെ നോക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള അർഹതയുണ്ടോ അവർക്ക് എന്നൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നന്ദി, നമസ്കാരം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.